വൈകുന്നേര സമയമായിരുന്നു. മിട്ടു തത്ത സ്വന്തം കുഞ്ഞ് ചിങ്കുത്തത്തയുടെ കൂടെ മരത്തിലിരിക്കുകയായിരുന്നു. അവരെ കാണാൻ ഗോൾഡി പരന്തു വന്നു. നോക്കൂ ടിങ്കു, ഞാൻ എന്താ കൊണ്ടുവന്നിരിക്കുന്നത് നോക്ക്. ഇത് കൊള്ളാലോ, പച്ചമുളകാണല്ലോ. പക്ഷേ ഗോൾഡി, ഒരു അഹങ്കാരിയായ നീ എന്തിനാണ് എന്റെ കുഞ്ഞിനു വേണ്ടി ആഹാരം കൊണ്ടുവന്നത്? അതെ, ഞാൻ നീലിമലയിലേക്ക് പോയിരുന്നു. അവിടെ ഒരു പച്ചമുളക് മരം കണ്ടു. മിട്ടുവിന് വേണ്ടി ഞാനത് പൊട്ടിച്ചു. എന്റെ പൊന്നച്ച, ഗോൾഡി പരന്ത് എനിക്ക് വേണ്ടി സ്നേഹത്തോടെ പച്ചമുളക് കൊണ്ടുവന്നില്ലേ? പിന്നെ എന്തിനാ ഈ ചോദ്യമൊക്കെ? ഇതും പറഞ്ഞ് ചിങ്കുത്തത്ത ആ പച്ചമുളക് സെക്കൻഡ് കൊണ്ട് തീർത്തു. പക്ഷെ പെട്ടെന്ന് അതിന്റെ വയറില് വേദന വന്നു തുടങ്ങി. അയ്യോ അയ്യോ അച്ഛാ, വയറുവേദനിക്കണോ? മോനെ, നിനക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. അല്ല, പെട്ടെന്ന് ഇത് എന്തു പറ്റി? ഞാനിവന് വിഷം കലർന്ന മുളക് കൊടുത്തു. ഇത് കാരണം ഇവൻ കുറച്ചു ദിവസം കൊണ്ട് മരിച്ചു പോകും. എടാ ദുഷ്ട, നീ എന്തിനിങ്ങനെ ചെയ്തു? എന്റെ കുഞ്ഞിനെ കൊന്നിട്ട് നിനക്ക് എന്ത് കിട്ടാനാ? നിനക്ക് നിന്റെ കുഞ്ഞിനെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നീ എനിക്ക് വേണ്ടി ഒരു ജോലി ചെയ്യേണ്ടതുണ്ട്. 10 ദിവസം മുമ്പ് ഞാനൊരു പക്ഷിയെയും അതിന്റെ 2 കുഞ്ഞുങ്ങളെയും കൊന്നു തിന്നു. അപ്പോൾ കുരങ്ങൻ ജോത്സ്യൻ എന്നോട് പറഞ്ഞു, ഈ മൂവരാലും ഞാൻ ശപിക്കപ്പെട്ടിരിക്കുന്നുവെന്ന്. അതുകൊണ്ട് നാളെ രാവിലെ ആവുമ്പോഴേക്കും ഞാൻ മരിക്കും. പക്ഷേ ഈ ശാപത്തിൽ നിന്നും മോചനം നേടാൻ ഒരു വഴിയുണ്ട്. ടോയ്ലൻ കാട്ടിൽ ഒരു നീലപക്ഷിയുണ്ട്. അവള് വർഷങ്ങളായി തന്റെ വീട്ടിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു മാന്ത്രിക മുത്തിനെ സംരക്ഷിക്കുകയാണ്. ആ മുത്ത് കഴിച്ചു കഴിഞ്ഞാൽ എന്റെ മേലുള്ള ശാപം ഇല്ലാതാക്കും. പക്ഷേ ആ മുത്ത് തൊടാൻ പറ്റില്ല. അതാണിപ്പോഴുള്ള പ്രശ്നം. കഴിക്കാൻ മാത്രമേ കഴിയൂ. അതുകൊണ്ട് നീ അവളുടെ വീട്ടിൽ നിന്ന് മുത്തു മോഷ്ടിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരണം. അത് കഴിച്ചു കഴിഞ്ഞാൽ എന്റെ മേലുള്ള ശാപമെല്ലാം ഇല്ലാതാകും. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിന്റെ കുഞ്ഞിന്റെ അസുഖം ഭേദപ്പെടുത്തുവാനുള്ള ഔഷധ സസ്യം ഞാൻ കൊണ്ടുവരാം. മിട്ടു തത്തയ്ക്ക് ആ കാര്യങ്ങൾ ചെയ്യാതെ വേറെ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല. 2 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം മിട്ടു ടോയ്ലാൻഡ് കാട്ടിൽ എത്തി. അവിടെ അവൻ ഒരുപാട് പക്ഷികളെ കണ്ടു. അതിന്റെ ഇടയ്ക്ക് നീല നിറത്തിലുള്ള കിളിയും ഇരിപ്പുണ്ടായിരുന്നു. ഹലോ പ്രിയപ്പെട്ട പക്ഷികളെ, നിങ്ങൾക്കെല്ലാം സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു മിട്ടു. നീ ഈ കാട്ടിൽ പുതിയതാണല്ലേ? എവിടെ നിന്നാ വരുന്നേ? കുറച്ച് ദിവസമായി ഞാൻ പുറത്തേക്കൊക്കെ പോയിട്ട്. ഞാൻ ഈ കാട്ടിൽ അതിഥിയായി കുറച്ചു നാളുണ്ടാവും. അതെന്തായാലും നന്നായി. ഞങ്ങളുടെ കാട്ടിൽ വരുന്ന എല്ലാ അതിഥികൾക്കും ഈ കാട് ഇഷ്ടമാണ് ഒരുപാട്. ഇങ്ങനെ പറഞ്ഞ എല്ലാവരും കുറെ നേരം സംസാരിച്ചോണ്ടേയിരുന്നു. അപ്പോ കാക്ക പറഞ്ഞു, പറ, ആരുടെ വീട്ടിലാണ് അതിഥി താമസിക്കുന്നത്? എങ്കിൽ പറയൂ, നമ്മുടെ അതിഥിയെ ഇന്ന് ആരാണ് സൽക്കരിക്കാൻ പോകുന്നത്? അതിനെന്താ മിട്ടു ചേട്ടാ, ഇന്ന് എന്റെ കൂടെ തന്നെ താമസിച്ചോളൂ. അതെനിക്ക് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇത് കേട്ടപ്പോ മിട്ടുവിന് ഭയങ്കര സന്തോഷമായി. അവൻ അതിന്റെ കൂടെ അങ്ങ് പറന്നുപോയി. കുറച്ചേരം കഴിഞ്ഞപ്പോ നീലക്കിളിയുടെ വീട്ടിലേക്ക് എത്തി. അവിടെ ഒരു ചെപ്പിന്റെ അകത്ത് ഒരു തിളങ്ങുന്ന മുത്തെരിപ്പുണ്ടായിരുന്നു. അല്ല നീല സഹോദരി, ഈ മുത്തൊക്കെ സമുദ്രത്തിലല്ലേ ഉണ്ടാവുക? ഇതെങ്ങനെ നിന്റെ കൂട്ടിൽ വന്നു? മിട്ടുചേട്ടാ, ഒരു ദിവസം പരന്ത് എന്നെ കൊല്ലാൻ വേണ്ടി നടക്കുകയായിരുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ പോയപ്പോ എനിക്ക് പരിക്കേറ്റു. ഞാൻ നേരെ സമുദ്രത്തിൽ വീണു. അന്നെന്റെ ജീവൻ രക്ഷിച്ചത് ഒരു ജൽപരിയായിരുന്നു. ആ പരി എനിക്ക് മാന്ത്രികമായി മുത്ത് തന്നത്. എന്നിട്ട് പറഞ്ഞു, ഈ മുത്തിന് ശക്തിയുണ്ട്, മരിക്കാൻ കിടക്കുന്ന പക്ഷിനെ രക്ഷപ്പെടുത്താനാവുമെന്ന്. പക്ഷേ ആ പക്ഷി നല്ല മനസ്സുള്ളതായിരിക്കണം, ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടുണ്ടാവരുത്. ഞാൻ ഈ മുത്ത് ഉപയോഗിക്കേണ്ടത് ആ ഒരു പക്ഷിയുടെ ജീവൻ രക്ഷിക്കാൻ മാത്രമായിരിക്കണം. അത് പറഞ്ഞു കേട്ട് മിട്ടു ഒരു കാര്യത്തിൽ ആലോചനയിലായിരുന്നു. നീലക്കിളി എപ്പോ ഉറങ്ങും, എപ്പോഴവൻ ഈ മുത്തും കൊണ്ട് അവിടുന്ന് പോകാൻ പറ്റുമെന്ന്. ശരി മിട്ടു ചേട്ടാ, ഞാൻ ഉറങ്ങാൻ പോകുന്നു. നിങ്ങളും ഉറങ്ങിക്കോ. രാവിലെ നമുക്ക് ഒരുമിച്ച് പറക്കാൻ പോകാം കേട്ടോ? ശരി നീലു. രണ്ടുപേരും കണ്ണടച്ച് കിടന്നു. കുറച്ചേരം കഴിഞ്ഞപ്പോ നീല പക്ഷി ഉറങ്ങുവാന്ന് മിട്ടുവിന് മനസ്സിലായി. അവൻ എണീറ്റ് ആ മുത്തിന്റെ അടുത്ത് പോയി. എനിക്കിത് ചെയ്തേ പറ്റൂ. എന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ? ഇതും പറഞ്ഞ് അവൻ പതുക്കെ ആ മുത്തിനെ എടുക്കാൻ പോയതും നീലക്കിളി ചാടി എണീറ്റു. മിട്ടുചേട്ടാ, ഇതെന്താണ് ചെയ്യുന്നത്? അതിനെ അവിടെ തന്നെ വെക്കൂ. ഇല്ല, നിങ്ങൾ പറയുന്നതൊന്നും ഞാൻ ഇനി കേൾക്കില്ല. മിട്ടു നീലക്കിളിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അത് കേട്ട് അവൾ പറഞ്ഞു, മിട്ടുചേട്ടാ, ഞാൻ പറയണമെന്ന് കേക്ക്. മിട്ടുവിനിപ്പോ എന്ത് പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല.
അവനവന്റെ ചുണ്ടുകൊണ്ട് നീലക്കിളിയെ ഒരുപാട് ഉപദ്രവിച്ചു. നീലക്കിളിക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതിനെ ബോധം കെടുത്തി മിട്ടു അവിടുന്ന് പറന്നുപോയി. 2 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം സ്വന്തം കാട്ടിലെത്തി. അവൻ നോക്കുമ്പോ അവന്റെ കുഞ്ഞു ചിങ്കു അവിടെ വേദനയിൽ പെടുകയാണെന്ന്. ആ പരുന്ത് അവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. ആ കൊള്ളാലോ മിട്ടു, നീ വന്നല്ലോ. തരൂ, ആ മുത്തെനിക്ക് തരൂ. പ്രഭാതത്തിലുള്ള ആദ്യത്തെ കിരണങ്ങളിൽ ഞാനിത് കഴിച്ചാൽ എന്റെ മേലുള്ള ശാപം എന്നിൽ നിന്നും പോകുന്നതാണ്. എന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ഔഷധ സസ്യം കൊണ്ടുവന്നാൽ മാത്രമേ ഞാൻ നിനക്ക് ഈ മുത്ത് നാളെ രാവിലെ തരൂ. രാവിലെ ഇവന് ഏതെങ്കിലും മരത്തിന്റെ ഇല എടുത്ത് കൊടുക്കാം. പിന്നെയും മുത്ത് കഴിച്ചാലുടൻ എവിടെ നിന്ന് പോവാം. എന്തായാലും ഇവന്റെ കുഞ്ഞിനെ രക്ഷിക്കുന്നത് അസാധ്യമായ കാര്യമാണ്. ആ ശരി, നാളെ കൊണ്ടുവരാം, നിങ്ങൾ വിഷമിക്കണ്ട. അപ്പോഴേക്കും അവിടെ നീലക്കിളി എത്തുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, മിട്ടുചേട്ടാ, ഇവൻ പറയണത് ഒരിക്കലും കേൾക്കരുത്. ഈ ഒരു പരുന്ത് കാരണമാണെന്ന് ഞാൻ പരിക്കേറ്റ് നേരെ ആ സമുദ്രത്തിൽ വീണത്. ആ ജൽപരി എന്നോട് പറഞ്ഞത് ഈ മുത്തുകൊണ്ട് ഒരു പക്ഷിയുടെ ജീവൻ രക്ഷിക്കണം. ആ പക്ഷി എല്ലാവർക്കും നല്ലത് ചെയ്തിരിക്കണം, ആരെയും ഉപദ്രവിക്കാനും പാടില്ലാത്തതായിരിക്കണം. പക്ഷെ ഈ പരുന്ത് ഭയങ്കര ദുഷ്ടനാണ്. ഞാൻ ഇതിനു വേണ്ടിയാണോ ഇത്രയും നാളും ഈ മുത്തിനെ സൂക്ഷിച്ചു വെച്ചത്? ഇതുപോലത്തെ ഒരു വൃത്തികെട്ട പക്ഷി തിന്നിട്ട് ജീവനോടെ ഇരിക്കാൻ? ഇതിനെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് മുമ്പോട്ട് എല്ലാവരെയും ഉപദ്രവിക്കത്തേ ഉള്ളൂ. ഞാൻ ഈ പരുന്തിനെ ഇനി രക്ഷിച്ചില്ലെങ്കിൽ എനിക്ക് എന്റെ കുഞ്ഞിനെയും രക്ഷിക്കാൻ കഴിയില്ല. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി മിട്ടു ചേട്ടാ. ജൽപരി എനിക്ക് ഈ മുത്ത് തന്നത് ആ പക്ഷിയുടെ ജീവൻ രക്ഷിക്കാനാണ്, വേറെ ആരുമല്ല, ചിങ്കുവിന്റെ തന്നെ. നിങ്ങൾ ഈ മുത്ത് നിങ്ങളുടെ മകന് കൊടുക്കൂ, അവൻ ശരിയായിക്കോളും പെട്ടെന്ന്. ഇത് എന്ത് വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? മിട്ടുവിനും എല്ലാം മനസ്സിലായി കഴിഞ്ഞിരുന്നു. അവൻ അപ്പൊ തന്നെ പോയി അവന്റെ മകന് ആ മുത്ത് കൊടുത്തു. ആ മുത്ത് കഴിച്ചതോടെ അവന്റെ മകൻ വീണ്ടും ശക്തി പ്രാപിച്ചു. അച്ഛാ, എന്റെ വേദനയൊക്കെ പോയല്ലോ അച്ഛാ, ഇത് കൊള്ളാം. അപ്പോഴേക്കും സൂര്യനും വന്നു. ഗോൾഡി പരന്ത് നിലവിളിക്കാനും തുടങ്ങി. ഇവന്റെ വയറ്റിൽ ഈ മുത്തുണ്ട്. അപ്പോൾ ഞാൻ ഇവനെ തിന്നുകയാണെങ്കിൽ എന്റെ ജീവൻ രക്ഷപ്പെടും. ഇത് പറഞ്ഞ ചിങ്കുന്റെ അടുത്തേക്ക് വരികയായിരുന്നു. അപ്പോഴേക്കും അവന് വയ്യാണ്ടായി. വയ്യാണ്ട് നേരെ താഴെ ചെന്ന് വീഴുകയും ചെയ്തു. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവന്റെ ജീവൻ പോവുകയും ചെയ്തു. എനിക്ക് മാപ്പ് തരുന്ന നീലപക്ഷി, എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് അറിയില്ലായിരുന്നു. എന്തായാലും എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞല്ലോ, ഞാൻ പോകട്ടെ. ഇനി എന്റെ വീട്ടിൽ സമാധാനത്തോടെ ഉറങ്ങാലോ. ശരി, ഞാൻ നിന്നെ കാണാൻ തീർച്ചയായും വരാം. കൂടെ ഞാൻ ചിക്കുവിനെയും കൂട്ടാം. ശരി മിട്ടു ചേട്ടാ. ഇത് പറഞ്ഞുകൊണ്ട് നീലക്കിളി സന്തോഷത്തോടെ അവിടുന്ന് പറന്നുപോയി. അങ്ങനെ ചിങ്കു തത്ത അച്ഛനെ കെട്ടിപ്പിടിച്ചു.